കടൽക്ഷോഭമുണ്ടായ കൊല്ലം മുണ്ടക്കൽ തീരത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം എത്തി. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എത്തിയത്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും സംഘത്തിനൊപ്പം ചേർന്നുണ്ട്. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി കൃഷ്ണകുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് കേന്ദ്ര സംഘം സന്ദർശിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തെ എങ്ങനെ നോക്കിക്കാണാം? പറയേണ്ടത് വാക്കു പാലിച്ചിരിക്കുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലം മുണ്ടക്കൽ തീരത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും തുടർന്ന് അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ആദ്യം മണ്ഡലത്തിലെ MP അവിടേക്ക് എത്തിയിരുന്നില്ല. അതുപോലെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി അങ്ങോട്ട് എത്തിയിരിക്കുന്നില്ല. സ്ഥലം ഇരവിപുരം MLA നൌഷാദ് അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. ആദ്യം എത്തിയത് കൃഷ്ണകുമാറാണ്. പിന്നീട് MP വന്നിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യം മാത്രമാണ് എന്നുള്ളൊരു നിലപാടാണ് MP സ്വീകരിച്ചത്. പക്ഷേ കൃഷ്ണകുമാർ അവിടെ വ്യത്യസ്തനായത്. കൃഷ്ണകുമാർ ഈ വിഷയം അന്ന് തന്നെ അവിടെ കൂടിയിരുന്ന ആളുകളോട് ഓരോ വീടിന്റെയും തകർന്ന വീടുകളുടെ എല്ലാം എടുത്തു പോവുകയും അവിടെ എല്ലാം സന്ദർശിച്ച വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ഈ വിഷയം നേരിട്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി ഹർഷവർദ്ധൻ രൂപാലയുമായി സംസാരിക്കുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. മന്ത്രിയുടെ ഇടപെടലും ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിരുന്നു. കൃത്യം 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ഇടപെടൽ കൃഷ്ണകുമാർ സാധ്യമാക്കിയാണ് ഇന്ന് ഈ കേന്ദ്ര സംഘം എത്തിയത്. ഈ ഫിഷറീസ് മന്ത്രി ഹർഷവർദ്ധൻ രൂപാലയുമായി കൃഷ്ണകുമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇന്ന് ഈ സംഘം കൊല്ലത്ത് എത്തിയത്. ഫിഷറീസ് സോണൽ ഡയറക്ടർ സിജോപി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൽ 3 കേന്ദ്ര സംഘമായിരുന്നു എത്തിയിരുന്നത്. അവർ മുണ്ടക്കൽ തീരത്തെ നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ടു, ജനങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ തേടി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധനയാണ് തങ്ങൾ നടത്തിയത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സംഘം പറഞ്ഞത്. പക്ഷേ അവരെന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരളത്തിന്റെ തീരത്ത് പൊതുവെയുള്ള കടൽക്കളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ നേരിട്ട് അറിയിക്കും. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ വ്യക്തമാണ്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.